ഡോക്ടർ, ഈ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് മാറാനായിട്ട് സ്ലീപ്പ് റൂട്ടീൻ കറക്റ്റ് ചെയ്യാനും ഡീഹൈഡ്രേഷൻ്റെ ഇതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കി. ബട്ട് സ്റ്റിൽ പിന്നെ പീൽസ് ട്രൈ ചെയ്തു, സ്റ്റിൽ ആ ഒരു കറുപ്പൊന്നും പോണില്ല, അതൊന്നും അങ്ങനെ മാറിപ്പോണില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഗതി, അതായത് അണ്ടർ ഐ പിഗ്മെന്റേഷനാണ് ഏറ്റവും നമുക്ക് ഫേസിൽ ബുദ്ധിമുട്ടുള്ളത് മാറാൻ. ലൈക്ക് അണ്ടർ ഐ ഏരിയ കുറച്ച് സ്പെസിഫിക്കലി കുറച്ച് ഡിഫറെൻ്റ് ആണ്, നമ്മൾ ബാക്കിയുള്ള സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, സ്കിന്ന് കുറച്ചും കൂടി തിന്നറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അണ്ടർ ഐയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അണ്ടർ ഐ ക്രീംസും പീൽസ് ആയാലും ഒന്നും നോർമലി വലിയ റിസൾട്ട് ഉണ്ടാക്കാത്തതിൻ്റെ കാരണവും ആരും ഹാപ്പി ആവാത്തതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അണ്ടർ ഐയിലെ പിഗ്മെന്റേഷൻ ചിലപ്പോൾ ആ കളർ മാത്രമായിരിക്കില്ല. നമ്മുടെ അണ്ടർ ഐയിൽ ഫാറ്റ് പോകുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ കുഴിഞ്ഞു വരും, ഒരു ഗ്രൂവ് ഫോർമേഷൻ ഉണ്ടാവും അണ്ടർ ഐയിൽ. ആ കുഴി കാരണം കൊണ്ടും ഈ പിഗ്മെന്റേഷൻ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഈ അണ്ടർ ഐ ബേസിക്കലി സ്ട്രെസ് കാരണമോ ഉറക്കമില്ലാത്തതുകൊണ്ടോ മാത്രമല്ല നമുക്ക് ആ പിഗ്മെന്റേഷൻ വരുന്നത്, കുറച്ചും കൂടി അനാറ്റമിക്കലും കൂടിയാണത്. അപ്പോൾ ഇങ്ങനത്തെ കുഴികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് യൂഷ്വലി ഫില്ലേഴ്സും കാര്യങ്ങളാണ് ഉപയോഗിക്കുക. അങ്ങനെയൊന്നുമില്ല, ഒരു പിഗ്മെന്റേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ഐക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പീലുകളുണ്ട്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് പീലുകളുണ്ട്. അങ്ങനത്തെ പീലുകളാണ് യൂഷ്വലി നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കുക. അങ്ങനത്തെ 2-3 പീലുകളുണ്ട് ബേസിക്കലി അണ്ടർ ഐയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് കുറച്ച് റിസൾട്ട് ഉണ്ടാക്കുള്ളൂ. ബാക്കി നോർമൽ രീതിയിലുള്ള പീലുകളും കാര്യങ്ങളൊന്നും യൂഷ്വലി റിസൾട്ട് ഒന്നും ഉണ്ടാക്കാറില്ല. അതിൻ്റെ പോലെ തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമുകളുണ്ട്, അതും നോർമലി നന്നായിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കും. പക്ഷെ അത് പ്രോപ്പറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് നോക്കിയാലാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റും.